ഈ ചരമദിനത്തിലും ജന്മദിനത്തിലുമൊക്കെ പ്രമുഖരായ ആൾക്കാരെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ചൊക്കെ നല്ലത്, അവരുടെ നല്ല കാര്യങ്ങളാണ് സാധാരണ ചർച്ച ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യാറുള്ളത്. അതാണ് ഒരു കീഴ്വഴക്കവും, അതാണ് നമ്മുടെ ഒരു സംസ്കാരവും. അത് അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടാവും, മേന്മകളും ഉണ്ടാവും. അപ്പോൾ അവരുടെ മേന്മകളെക്കുറിച്ച് പറയുകയും അതിനെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതൊരു സാമാന്യ മര്യാദയും സംസ്കാരവുമാണ്. പക്ഷേ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിനെ വാഴ്ത്താൻ വേണ്ടി മറ്റു പലരെയും ആക്ഷേപിക്കുകയും വീഴ്ത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഒരാളെക്കുറിച്ച് നല്ലത് പറയാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ടത് നല്ലതുമാണ്. പക്ഷേ നല്ലത് പറയാൻ വേണ്ടി മറ്റു ചിലരെ ചീത്തയാക്കിയേ അടങ്ങൂ എന്ന് വിചാരിക്കുന്നതൊരു ശുഭമായ കാര്യമല്ല, മര്യാദയുള്ള കാര്യവുമല്ല. ഇന്നിങ്ങനെ ഒരു ലൈവ് ഇടേണ്ടി വന്നത് ജവഹർലാൽ നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അത് നല്ല കാര്യങ്ങളല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ അങ്ങനെ പറയാൻ പാടില്ല എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ചരമദിനം പ്രമാണിച്ച് ഒരു പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ എന്നൊരാൾ കേരളത്തിലൊരു മലയാളത്തിലെ പ്രമുഖ പത്രത്തിൽ നെഹ്റുവിനെ വാഴ്ത്താൻ വേണ്ടി ഒരു 8-10 പച്ച നുണകൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് എന്താണ് എന്ന് ചുരുക്കമായിട്ടെങ്കിലും വിശദീകരിക്കേണ്ടതുണ്ട്. എല്ലാം വളരെ വിശദീകരിക്കാൻ പറ്റില്ലെങ്കിലും ഓരോന്നും എടുത്ത് അതിലെ തട്ടിപ്പ് എന്താണ് എന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് നെഹ്റുവിൻ്റെ ചരമദിനത്തിൻ്റെ പേരിലാണ്, അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നുണകൾ കൂടി പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടി വേണ്ടി വരുന്നത്. ഒന്ന്, ഞാൻ അതിൻ്റെ കാര്യത്തിലേക്ക് നേരെ വരാം. ഇന്ത്യ എന്ന ആശയത്തെ വികസിപ്പിക്കാൻ ജവഹർലാൽ നെഹ്റു ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന ഒരു നല്ല കാര്യം. ആയിക്കോട്ടെ, അങ്ങനെ പറയാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ ഒരു വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നത്, ഇന്ത്യ എന്ന ആശയം പുതിയതാണോ? ഇന്ത്യ എന്ന പേര് പുതിയതായിരിക്കാം, പക്ഷെ ഭാരതം എന്നൊരാശയം, വിശാലമായ ഭാരതം, ആർഷഭാരതം എന്നൊക്കെ ജവഹർലാൽ നെഹ്റു തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലും ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ആ ഭാരതം എത്രയോ പഴയതാണ്, എത്രയോ വർഷങ്ങളായിട്ട് പഴക്കമുള്ളത്, എത്രയോ നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും പഴക്കമുള്ളതാണ്. അങ്ങനെ ഒരു ഭാരതത്തെ പുതിയതായിട്ട് എന്തോ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു പുതിയ ആശയം, ഇന്ത്യ എന്ന ആശയം, അത് കോൺഗ്രസിൻ്റെ വികലമായ ഒരു പ്രയോഗമാണ്. ഇന്ത്യ ദ നേഷൻ ഇൻ ദ മേക്കിംഗ് എന്നൊരു പുസ്തകം ഒരു കോൺഗ്രസ് നേതാവ് പണ്ട് എഴുതിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ എഴുതിയിട്ടുണ്ട്. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്നുള്ള അർത്ഥത്തിൽ അത്തരം വികലമായ ഒരാശയം പ്രചരിപ്പിക്കാനാണ് ജവഹർലാൽ നെഹ്റു ശ്രമിച്ചത് എന്ന് പറയുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഇന്ത്യ എന്ന ആശയമോ അഥവാ ഭാരതം എന്ന രാഷ്ട്രമോ ആർഷഭാരതമെന്നും സനാതനധർമ്മമെന്നും ഒക്കെ പറയുന്ന അതിപ്രാചീനമായ ഭാരത രാഷ്ട്രത്തെ പുതിയതായി വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ, പുതിയ ഒരാശയമായി വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യേണ്ടതാണ്. അത് വികലമായ ഒരു പ്രയോഗമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ജവഹർലാൽ നെഹ്റു തന്നെ എഴുതി അദ്ദേഹത്തിൻ്റെ ആത്മകഥയും ഇന്ത്യയെ കണ്ടെത്തലും എന്ന പുസ്തകം വായിച്ചാൽ മാത്രം ഈ പ്രയോഗം തെറ്റാണ് എന്ന് മനസ്സിലാകും. രണ്ടാമതൊന്ന്, ഈ കുഞ്ഞിക്കണ്ണൻ എഴുതിയിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്തവർ രാജ്യം ഭരിക്കുന്നു എന്നുള്ളതാണ്. അതെന്തിനായിരുന്നു നെഹ്റുവിനെ വാഴ്ത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രയോഗം എന്തിനായിരുന്നു? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ടായിട്ടാണോ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായത്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ടായിട്ടാണോ രാഹുൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി നടക്കുന്നത്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ടായിട്ടാണോ സോണിയ എന്ന് പറയുന്ന ഇറ്റാലിയൻ വനിത ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ വിലസുന്നത്? സ്വാതന്ത്ര്യ സമരത്തിൽ ബന്ധമുണ്ടായിട്ടാണോ? ആ ചോദ്യം തന്നെ എത്ര വികലമാണ്. 1980 ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ടാവുന്നത്? എത്ര നാണം കെട്ട ഒരു വാദമാണത് എന്ന്. മറ്റൊന്നുകൂടെ പറയാം, 1971 69 ആ കാലഘട്ടത്തിലാണ് ഇന്ദിരാ കോൺഗ്രസ് ഉണ്ടാവുന്നത്. കോൺഗ്രസ് ഇന്ന് പറയുന്ന ഈ കോൺഗ്രസ് ഉണ്ടാവുന്നത് 1971 69 പിളർന്നു, 71 73 ഒക്കെ ആയിട്ടാണത് രൂപപ്പെട്ടു വരുന്നത്. ആ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയുടെ പേരിൽ ഇങ്ങനെ ഒരു അവരെന്ത് സ്വാതന്ത്ര്യ സമരത്തിലാണ് പങ്കെടുത്തത്? ഏത് സ്വാതന്ത്ര്യ സമരത്തിലാണ് കോൺഗ്രസ് പങ്കെടുത്തത്? ഒന്നത്. രണ്ടാമത്, സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ്
നെഹ്റു കുടുംബത്തിൻ്റെ കുത്തക അവകാശമായിരുന്നു. അങ്ങനെ ആക്കാൻ ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ശ്രമിച്ചിരുന്നു ഒരു കാലത്ത്. ഇത് ഞങ്ങളുടെ കുടുംബ വകയാണ് സ്വാതന്ത്ര്യ സമരവും, അതുകൊണ്ട് തന്നെ നേടിയ രാജ്യത്തിനെ ഭരിക്കാനുള്ള അധികാരവും തങ്ങൾക്കാണ് എന്നുള്ള ഒരു കുടുംബ അവകാശം പോലെ അവർ പ്രഖ്യാപിച്ചിരുന്നു. ആ തട്ടിപ്പ് ഏതായാലും ഇനി വിലപ്പോകത്തില്ല. കാരണം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് മുഴുവൻ ഭാരതത്തിൻ്റെ ദേശസ്നേഹികൾ ഒന്നിച്ചു ചേർന്ന് നടത്തിയ ഒരു പ്രസ്ഥാനമാണ്. അത് നെഹ്റു കുടുംബത്തിൻ്റെ വകയായിരുന്നില്ല എന്നെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. 1947 ആഗസ്റ്റ് 15 ശേഷമുള്ള നെഹ്റു കുടുംബത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിയല്ല ആഗസ്റ്റ് 14 വരെയുള്ള ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ലാത്തവർക്ക് ഈ രാജ്യം ഭരിക്കാൻ അവകാശമില്ല എന്നൊക്കെയുള്ള കുഞ്ഞിക്കണ്ണൻ എന്ന കോൺഗ്രസ്സുകാരൻ്റെ വാദം മുഖവിലക്കെടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നെഹ്റു കുടുംബത്തിൻ്റെ അലക്കുകാരനാവുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ മറ്റ് പ്രസ്ഥാനങ്ങളെ അതിൻ്റെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുകയും അപമാനിക്കാനും ശ്രമിക്കുമ്പോൾ ഇത്തരം മറുപടികൾ പറയേണ്ടി വരും എന്നുള്ളത് ഓർക്കേണ്ടതില്ല. അടിയന്തരാവസ്ഥ കാലത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്ന സഞ്ജയ് ഗാന്ധി ഏത് സ്വാതന്ത്ര്യ സമരത്തിലെ ആളായിരുന്നു? അത് കുഞ്ഞിക്കണ്ണന് എഴുതാൻ പറ്റുമോ, പറയാൻ പറ്റുമോ? അതിരിക്കട്ടെ, നെഹ്റു ആണല്ലോ വിഷയം. മറ്റൊന്ന്, ഹിന്ദുത്വ ദേശീയതയെ സെക്കുലർ ദേശീയത കൊണ്ട് നേരിട്ടു. എന്തൊന്നാണ് ഈ സെക്കുലർ ദേശീയത? എവിടുന്ന് കൊണ്ടുവന്ന സാധനമാണ്? ഭാരതത്തിന് സെക്കുലറിസമിലോ ഭാരതത്തെ പഠിപ്പിക്കാൻ ആർക്കാ യോഗ്യതയുള്ളത്? എല്ലാ മതങ്ങൾക്കും എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണമെന്നും എല്ലാ മതങ്ങൾക്കും സ്വീകാര്യതയുണ്ടെന്നും ഏത് മതത്തിനും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും പ്രവർത്തിക്കാനും ആരാധിക്കാനും വിശ്വസിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ലോകത്തിലൊരൊറ്റ രാഷ്ട്രമേ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നു പോന്നിട്ടുള്ളൂ. അത് ഭാരതമാണെന്ന് കുഞ്ഞിക്കണ്ണൻ മറന്നുപോയോ? ഈ ലോകത്തിലെ അഭയാർത്ഥികളായ എല്ലാ മതവിശ്വാസികളും ഭാരതത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? യൂറോപ്പിൻ്റെ പീഡനം കൊണ്ട് ഓടിക്കപ്പെട്ട ജൂതന്മാരും പാഴ്സികളും ഒക്കെ ഭാരതത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത്? കോൺഗ്രസിൻ്റെ നെഹ്റുവിൻ്റെ ഭരണം കൊണ്ടായിരുന്നു. അതുകൊണ്ട് സെക്കുലറിസത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ നടക്കരുത്. സെക്കുലറിസം എന്ന് പറയുന്ന വികലമായി. എന്നിട്ട് ഏത് സെക്കുലറിസമാണ് ഭാരതത്തിൽ സ്വാതന്ത്ര്യാനന്തരം നടപ്പാക്കിയത്? സെക്കുലറിസത്തിൽ മതേതരത്വത്തിൽ എങ്ങനെയാണ് മതത്തിൻ്റെ പേരിൽ സംവരണം ഉണ്ടാകുന്നത്? മതേതരത്വത്തിൻ്റെ കീഴിൽ എങ്ങനെയാണ് മതനിയമങ്ങൾ ഉണ്ടാകുന്നത്? മതേതരത്വത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് ഭരണഘടനയിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥകൾ ഉണ്ടാവുന്നത്? അങ്ങനെ മതേതരത്വം എന്ന് വാചകമടിക്കുകയും രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ പ്രീണനങ്ങളും നിയമങ്ങളും ഉണ്ടാക്കി അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത കോൺഗ്രസും ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ഇന്നുവരെയുള്ള കോൺഗ്രസ്, സ്വാതന്ത്ര്യാനന്തര നെഹ്റു കുടുംബത്തിൻ്റെ കോൺഗ്രസ് കാണിച്ച വർഗീയതയും വർഗീയ പ്രീണനവും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് മതേതരത്വത്തെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു ഹിന്ദുത്വ ദേശീയതയെ നേരിടാൻ എന്ന വികലമായ വ്യാജമായ ആരോപണം പണ്ട് പറഞ്ഞാൽ വിജയിക്കുമായിരുന്നു. ഇന്ന് കുറച്ചുകൂടി സ്വയം ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ് ഭാരതത്തിൽ കൂടുതലുള്ളവർ. അതുകൊണ്ട് കുഞ്ഞിക്കണ്ണൻ പറയുന്ന, കോൺഗ്രസ്സുകാരൻ പറയുന്ന നുണകൾ വിശ്വസിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. അതുകൊണ്ട് സെക്കുലറിസം കൊണ്ട് നേരിട്ടു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഒരു സെക്കുലറിസവും സ്വാതന്ത്ര്യാനന്തര നെഹ്റു കോൺഗ്രസ് പാലിച്ചിട്ടില്ല എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് എത്ര ഉദാഹരണം വേണമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന്, ബ്രിട്ടീഷുകാരുമായി ഒത്തുതീർപ്പുണ്ടാക്കിയവരാണ് ഹിന്ദുത്വ ദേശീയവാദികൾ എന്നാണ്. ബ്രിട്ടീഷുകാരുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കിയത് നെഹ്റു കോൺഗ്രസ് അല്ലേ? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വന്ന നെഹ്റുവിൻ്റെ സ്വാധീനതയിലും പെട്ട ആൾക്കാരാണ് ഈ ബ്രിട്ടീഷുകാരുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കിയത്. 1916 നെഹ്റുവിൻ്റെ അല്ലെങ്കിലും അന്ന് കോൺഗ്രസ്സുകാർ മുസ്ലിം ലീഗുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കിയത്, ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ഒത്തുതീർപ്പുണ്ടാക്കിയത് എന്തിൻ്റെ പേരിലായിരുന്നു? പിന്നീട് ബ്രിട്ടീഷുകാരുമായിട്ട് നിരവധി തവണ ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കിയത് ആരായിരുന്നു? സ്വാതന്ത്ര്യാനന്തരം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മുഴുവൻ ഭാരതത്തിൻ്റെയും സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചു കൊടുത്തത് ആരായിരുന്നു? കോൺഗ്രസ് അല്ലായിരുന്നോ? സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ പരമാധികാരിയായി മൗണ്ട് ബാറ്റനെ നിയമിച്ചത് കോൺഗ്രസ്സുകാരാണ്. ഏത് ഒത്തുതീർപ്പിൻ്റെ പേരിലായിരുന്നു എന്ന് കോൺഗ്രസ്സുകാരനാണ് പറയേണ്ടത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുമായിട്ട് ഒത്തുതീർപ്പ് ഉണ്ടാക്കിയതും എല്ലാം സമരങ്ങൾ, നിസ്സഹകരണ പ്രസ്ഥാനമാണെങ്കിലും ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ ആണെങ്കിലും അത് പിൻവലിക്കേണ്ടി വന്നതും ഒക്കെ ബ്രിട്ടീഷുകാരെ നന്നാക്കാനായിരുന്നോ നശിപ്പിക്കാനായിരുന്നോ എന്നുള്ളത് ഒന്ന് പഠിച്ചു നോക്കുന്നതും നല്ലതാണ്. സമരമൊക്കെ കൊടുമ്പിരി കൊണ്ടായിരുന്നു, അതെല്ലാവരും കൂടി ചേർന്നിട്ട്. പക്ഷേ അത്തരം സമരങ്ങളൊക്കെ പിൻവലിക്കേണ്ടി വന്നു. അക്രമത്തിൻ്റെ പേര് പറഞ്ഞെങ്കിലും പിൻവലിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ഗവേഷണം നടത്തേണ്ടതുണ്ട്. അത് കോൺഗ്രസ്സുകാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഔദാര്യം
ഔദാര്യമായിരുന്നോ സഹായമായിരുന്നോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒത്തുതീർപ്പ് രാഷ്ട്രീയ, ആ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിരുന്നല്ലോ ഭാരതത്തിൻ്റെ വിഭജനവും. അതുകൊണ്ട് അത്തരം നാണംകെട്ട വാദമൊന്നും അത് ചെയ്യാത്തവരുടെ മേലെ കോൺഗ്രസ്സുകാർ നടത്തിയ ഒത്തുതീർപ്പുകൾ, ബ്രിട്ടീഷുകാരുമായിട്ട് രഹസ്യമായിട്ടുണ്ടാക്കിയ ഒത്തുതീർപ്പുകൾ, പിന്നീട് മുസ്ലിം ലീഗുമായിട്ടുണ്ടാക്കിയ ഒത്തുതീർപ്പുകൾ ഒക്കെ മറച്ചു വെക്കാൻ വേണ്ടി ആ വൃത്തികെട്ട ഏർപ്പാട് ആ സംഘപരിവാറിൻ്റെ മേലെ വെച്ച് കെട്ടാൻ ശ്രമിക്കുന്നത് ഇന്നത്തെ കോൺഗ്രസ്സുകാർക്ക് ഭൂഷണമാണെങ്കിലും അത് വിശ്വസിക്കുവാൻ നിങ്ങളുടെ കൂടെയുള്ള ചില അടിമകളല്ലാതെ മറ്റാരും ഉണ്ടാവില്ല എന്ന് ഓർക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്ന് പറഞ്ഞത് നെഹ്റു വിഭജനത്തിനെതിരായിരുന്നു എന്നാണ്. പിന്നെ വിഭജനത്തിന് സമ്മതിച്ചതാരാ? നെഹ്റു വിഭജനത്തിനെതിരായിരുന്നു. അദ്ദേഹം അഖണ്ഡ ഭാരതമാണ് സ്വപ്നം കണ്ടത്. പിന്നെ ആരാണ് വിഭജനത്തിന് ഒപ്പിട്ടത്? ആരാണ് വിഭജനത്തിന് സമ്മതിച്ചത്? ആരാണ് വിഭജനത്തിന് വേണ്ടി വാദിച്ചത്? ആരാണ് വിഭജിച്ചിട്ടാണെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞതാരായിരുന്നു? സംഘപരിവാറാണ് പറഞ്ഞത്? RSS പറഞ്ഞത്? ആരായിരുന്നു പറഞ്ഞത്? വിഭജിക്കണം എന്നും വിഭജിച്ചിട്ടാണെങ്കിലും അധികാരം വേണമെന്നും വിഭജിക്കാൻ വേണ്ടി എന്ത് ഒത്തുതീർപ്പും നടത്താൻ തയ്യാറാണെന്നും ഒക്കെ പറഞ്ഞത് കോൺഗ്രസ്സാണ്. എന്ന് മാത്രമല്ല, മുഴുവൻ ഭാരതീയരെയും പറ്റിച്ചുകൊണ്ട് അഖണ്ഡ ഭാരത പ്രമേയം 1940 40-41 കാലത്ത് അഖണ്ഡ ഭാരത പ്രമേയം പാസാക്കി ജനങ്ങളെ പറ്റിച്ച കോൺഗ്രസ് 1947 വിഭജന പ്രമേയം അവതരിപ്പിച്ച് പാസാക്കുകയും ചെയ്തില്ലേ? ആ വിഭജനത്തിന് പ്രമേയം പാസാക്കി അംഗീകരിച്ച കോൺഗ്രസും വിഭജന രേഖയിൽ ഒപ്പിട്ട ജവഹർലാൽ നെഹ്റുവും വിഭജനത്തിനെതിരായിരുന്നു എന്ന് ആരെയാണ് നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അത് പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. വിഭജനത്തിനോട് ഇഷ്ടമുണ്ടായിരുന്നില്ല, വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ആരോപണം ഉന്നയിക്കാൻ നെഹ്റുവിനെ വാഴ്ത്താൻ വേണ്ടി പറഞ്ഞതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ നിവൃത്തികേട് കൊണ്ട് ഒപ്പിട്ടതാണെന്നൊക്കെ വേണമെങ്കിൽ അംഗീകരിച്ച് തരാമായിരുന്നു. പക്ഷേ മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ വേണ്ടി നെഹ്റുവിനെ മുമ്പിൽ നിർത്തി അദ്ദേഹം ഒരു പ്രവാചകനാണ് എന്ന് പറയാൻ ശ്രമിക്കരുത് എന്ന് മാത്രം. അതുകൊണ്ട് വിഭജനത്തിന് അനുകൂലമായി ഒപ്പിട്ടതും വിഭജിച്ച ഭാരതത്തിൻ്റെ അധികാരം വേണമെന്ന് ആവശ്യപ്പെട്ടതും ജവഹർലാൽ നെഹ്റു ആണെന്ന ചരിത്രം ഇന്നുള്ളവർ മനസ്സിലാക്കേണ്ടതുണ്ട്. വേറെ ഒരു ആരോപണം, സ്വാതന്ത്ര്യാനന്തരം വർഗീയതയ്ക്കെതിരെ തുല്യത കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന്. ഏത് തുല്യതയാണ് കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാർ സ്വാതന്ത്ര്യാനന്തരം? അങ്ങനെയാണെങ്കിൽ എന്താ കോമൺ സിവിൽ കോഡ് കൊണ്ടുവരാഞ്ഞത്? നിങ്ങൾ ഹിന്ദു കോഡ് ബില്ലെന്നും പറഞ്ഞ് ഹിന്ദുക്കളുടെ മതപരമായ നിയമങ്ങളെല്ലാം വിലക്കിക്കൊണ്ട് ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നല്ലോ. എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്കും അല്ലാത്തവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് കോമൺ സിവിൽ കോഡ് കൊണ്ടുവരാഞ്ഞത്? എന്താ? ഭരണഘടനയിൽ എഴുതി വെച്ചല്ലോ നിർദ്ദേശക തത്വങ്ങളിൽ കോമൺ സിവിൽ കോഡ് ഉണ്ടാക്കണം, സിവിൽ നിയമം ഉണ്ടാക്കണം. എന്നിട്ട് എന്താ സിവിൽ നിയമം ഉണ്ടാക്കാതിരുന്നത്? എവിടെ തുല്യത കൊണ്ടുവന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്? 2005 മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലല്ലേ മുസ്ലിം ജില്ലകളെ പ്രഖ്യാപിച്ചത്? 90 95 അതോ 100 90 മുസ്ലിം ജില്ലകളെ പ്രഖ്യാപിച്ചത് തുല്യത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആരെ നിങ്ങൾ പറ്റിക്കുന്നത്? ഇത് വഖഫ് ബില്ല് നിയമം പരിഷ്കരിച്ച് കൊണ്ടുവന്നത് വഖഫ് ബോർഡ് പറയുന്ന ഏത് സ്വത്തും അവർക്ക് സ്വയം പിടിച്ചെടുക്കാൻ അധികാരമുണ്ടാക്കിയ തുല്യതാ വിരുദ്ധമായ നിയമം കൊണ്ടുവന്നത് ആരാ? കോൺഗ്രസ്സുകാരാണ്. ആ കോൺഗ്രസിൻ്റെ പൂർവികനായിരുന്ന ജവഹർലാൽ നെഹ്റു ആണോ? ജവഹർലാൽ നെഹ്റു ആയാലും ഇന്ദിരാഗാന്ധി ആയാലും രാജീവ് ഗാന്ധി ആയാലും ഇവരെല്ലാവരും ചെയ്തത് തുല്യതയെ തച്ച് തകർക്കുകയായിരുന്നു ചെയ്തത്. തുല്യതയ്ക്ക് പകരം വർഗീയ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. വർഗീയവാദികൾക്ക് വേണ്ടി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തുല്യതയുടെ വക്താവായിരുന്നു തങ്ങളുടെ പ്രവാചകൻ എന്ന നുണയും പറയേണ്ടതില്ല എന്നർത്ഥം. മറ്റൊന്ന്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസംഗം ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, നാം വർഗീയതയ്ക്ക് കീഴടങ്ങുകയോ വിട്ടുവീഴ്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന്. കോൺഗ്രസിൻ്റെ സമ്മേളനത്തിനോ മറ്റോ അദ്ദേഹം പ്രസംഗിച്ചതാണ്. നാം വർഗീയതയ്ക്ക് കീഴടങ്ങുകയോ വിട്ടുവീഴ്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണെന്ന് വിഭജനം ഉണ്ടാക്കിയത്? കീഴടങ്ങാതെ ആയിരുന്നോ പാകിസ്ഥാൻ ഉണ്ടായത്? കീഴടങ്ങാതെ ആയിരുന്നോ ബംഗ്ലാദേശ് ഉണ്ടാക്കിയത്? കീഴടങ്ങാതെ ആയിരുന്നോ കാശ്മീർ പ്രശ്നം ഉണ്ടാക്കിയത്? വർഗീയതയ്ക്ക് കീഴടങ്ങാതെ ആയിരുന്നോ മുസ്ലിം ലീഗുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കിയത്? വർഗീയതയ്ക്ക് കീഴടങ്ങിയിട്ടല്ലേ നിങ്ങൾ ദേശീയ ഗാനമായിരുന്ന വന്ദേമാതരം വേണ്ടെന്ന് വെച്ചത്? വർഗീയതയ്ക്ക് കീഴടങ്ങിയിട്ടായിരുന്നില്ലേ പതാക കമ്മിറ്റി നിർണയിച്ച ദീർഘചതുരാകൃതിയിലുള്ള പതാക, കാവ്യ പതാകയായിരിക്കണം ഭാരതത്തിൻ്റെ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ പതാക എന്ന് തീരുമാനിച്ച ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏകകണ്ഠമായ തീരുമാനത്തെ മാറ്റി വർഗീയതയ്ക്ക് കീഴടങ്ങി നിങ്ങൾ പതാക മാറ്റിയത്? വർഗീയതയ്ക്ക് കീഴടങ്ങളല്ലായിരുന്നുവെങ്കിൽ, ഒത്തുതീർപ്പല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തായിരുന്നു? എന്തിനായിരുന്നു നിങ്ങൾ പതാക മാറ്റിയതും ദേശീയഗാനം മാറ്റിയതും?
എന്തിനായിരുന്നു വിഭജനത്തിന് അംഗീകരിച്ചത്? മുസ്ലിം ലീഗിന് കീഴടങ്ങുകയും വർഗീയതയ്ക്ക് കീഴടങ്ങുകയും ഒത്തുതീർപ്പുണ്ടാക്കുകയും ചെയ്തു. അധികാരം കിട്ടുക എന്നുള്ളതായിരുന്നു പ്രധാനം എന്ന ആഗ്രഹം കൊണ്ട് എല്ലാ സീമകളും അതിർത്തികളും ലംഘിച്ച് വർഗീയതയ്ക്ക് കീഴടങ്ങുകയും കൂട്ടുനിൽക്കുകയും ഒത്തുതീർപ്പുണ്ടാക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ വെളുപ്പിക്കാൻ ശ്രമിക്കരുത്. വർഗീയതയ്ക്ക് മാത്രമേ ജവഹർലാൽ നെഹ്റു കീഴടങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ കീഴിൽ കാൽക്കൽ വർഗീയതയുടെ മുമ്പിലായിരുന്നു മതേതരത്വവും കൊണ്ട കാൽക്കൽ വെച്ചു കൊടുത്തത്. അതുകൊണ്ട് അങ്ങനെ ഒരു മഹാത്മ്യം ചാർത്തി കൊടുക്കേണ്ടതില്ല എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. മറ്റൊരു വാദം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തി ജവഹർലാൽ നെഹ്റു എന്നാണ്. ജനാധിപത്യവാദി ആയിരുന്നോ അല്ലയോ എന്നൊക്കെ ഉള്ളത് സംവാദ വിഷയമാണ്. പക്ഷേ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയിട്ടായിരുന്നോ സുഭാഷ് ചന്ദ്രബോസ് 2 തവണ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ രാജിവെക്കേണ്ടി വന്നത് ജനാധിപത്യത്തിൻ്റെ ശക്തിയുടെ അടയാളം കൊണ്ടായിരുന്നോ? സർദാർ പട്ടേലിനെ 1946 കോൺഗ്രസിൻ്റെ അധ്യക്ഷനാക്കാൻ വേണ്ടി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ നിർദ്ദേശിച്ചപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസ് അധ്യക്ഷനാക്കിയത് ജനാധിപത്യത്തിൻ്റെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നോ? രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നോ? ആചാര്യ കൃപലാനി തിരഞ്ഞെടുക്കപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷനായിട്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് രാജിവെക്കേണ്ടി വന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നോ? സ്വാതന്ത്ര്യാനന്തരം പുരുഷോത്തം ദാസ് ധണ്ടൻ എന്ന ദേശീയവാദി നെഹ്റു കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിരുന്നോ? ഏത് ജനാധിപത്യത്തെയാണ് ശക്തിപ്പെടുത്തിയത്? 1975 ജൂൺ മാസം 25-ാം തീയതി രാത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസിൻ്റെ നെഹ്റു കോൺഗ്രസിൻ്റെ 2ാമത്തെ നേതാവ് ശ്രീമതി ഇന്ദിര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനായിരുന്നോ? നിങ്ങൾ ആരെ പൊട്ടനാക്കുന്നു? നിങ്ങൾ ആരെ വിഡ്ഢികളാക്കുന്നു? എന്നിട്ട് ഈ കള്ളച്ചരിത്രം മുഴുവൻ ഒരു വലിയ പത്രത്തിൻ്റെ നടുപ്പേജിൽ എഡിറ്റോറിയൽ പേജിൽ നിരത്തിയിരിക്കുകയാണ്. നെഹ്റു വാഴ്ത്തപ്പെട്ടവനാണെന്ന് സ്ഥാപിക്കാൻ. അത് മാത്രം പറഞ്ഞ് നെഹ്റു വാഴ്ത്തപ്പെട്ടവനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ഒരു താല്പര്യവുമില്ല. കാരണം അവനവൻ്റെ നേതാക്കന്മാരെ വാഴ്ത്താനും പുകഴ്ത്താനും അവരുടെ നല്ല കാര്യങ്ങളെ ഉയർത്തി കാണിക്കാനും ഒക്കെ എല്ലാവർക്കും അധികാരമുണ്ട്, അവകാശമുണ്ട്. നല്ലതുമാണ്, അതാണ് മര്യാദയും സംസ്കാരവും. പക്ഷേ ഈ തിരിച്ചു ചോദ്യം വേണ്ടി വന്നത് ആ മര്യാദക്കപ്പുറത്തേക്ക് നെഹ്റുവിനെ വാഴ്ത്താൻ വേണ്ടി മറ്റ് പലരെയും അപകീർത്തിപ്പെടുത്തുകയും നുണ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ മറുചോദ്യം. മറ്റൊന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ചേരിചേര നയത്തിനെ ശക്തിപ്പെടുത്തി. അദ്ദേഹം അമേരിക്കൻ ചേരിക്ക് കീഴടങ്ങിയില്ല, റഷ്യൻ ചേരിയുടെയും കൂടെ പോയില്ല. അങ്ങനെ ഇന്നലെ എറണാകുളത്തൊരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് നിക്സനെ തള്ളിക്കളഞ്ഞയാളാണ് ശ്രീമതി ഇന്ദിര. ഇപ്പോൾ നരേന്ദ്രമോദി ട്രംപിനെ അംഗീകരിച്ച് ട്രംപ് പറയുന്നത് നോക്കിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ കുറേ നുണകൾ എഴുതി വച്ചിരിക്കുന്നത് എറണാകുളത്ത് കാണുകയുണ്ടായി. നാണമുണ്ടോ അങ്ങനെ പറയാൻ? ഏത് ചേരിയിലാണ് ചേരാതിരുന്നത്? അമേരിക്കൻ ചേരിയിൽ ചേരാതിരുന്ന ജവഹർലാൽ നെഹ്റു ചേരാതിരുന്നത് സോവിയറ്റ് യൂണിയൻ്റെ ഉപഗ്രഹമായി മാറിയത് കൊണ്ടാണ്. ഒരു ഉപഗ്രഹത്തിന് മറ്റൊരു ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാകാൻ കഴിയില്ല. നെഹ്റു കോൺഗ്രസും നെഹ്റു ഭരണവും ഒക്കെ സോവിയറ്റ് യൂണിയൻ്റെ ഉപഗ്രഹമായിരുന്നു. അവിടുന്ന് തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവിടുത്തെ പദ്ധതിയല്ലേ കോപ്പി ചെയ്ത്. പഞ്ചവത്സര പദ്ധതി സോവിയറ്റ് യൂണിയൻ്റെ ആയിരുന്നില്ലേ? അത് ഇവിടെ കോപ്പി അടിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലയെ മുടിച്ചു കളഞ്ഞിട്ട് വീമ്പ് പറയുകയാണോ? 1000 കോടി മുടക്കിയാൽ 100 കോടി പോലും ഫലമാകാത്ത തരത്തിലേക്ക് പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കുമതി ചെയ്തത് ഏത് ചേരിയുടെ അടിമയായിരുന്നത് കൊണ്ടാണ് എന്ന് കോൺഗ്രസ്സുകാരൻ പറയണം. അമേരിക്കക്കെതിരായിരുന്നത് കൊണ്ടാണോ, സോവിയറ്റ് യൂണിയൻ്റെ അടിമയായിരുന്നത് കൊണ്ടാണോ എന്ന് പറയണം. എന്നു മാത്രമല്ല, പിന്നീട് ജവഹർലാൽ നെഹ്റുവിൻ്റെ അവസാന കാലമായപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ കാലം വന്നപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ എല്ലാ വർഷവും നിശ്ചിത തുക നെഹ്റു കുടുംബത്തിന് കൊടുത്തിരുന്നു എന്നുള്ളത് രേഖയുണ്ട്. സുബ്രഹ്മണ്യം സ്വാമി കേസ് കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ആ കേസിൽ ഈ രേഖകളെല്ലാം ഹാജരാക്കിയിട്ടുണ്ട്. KGBയിലൂടെ സോവിയറ്റ് യൂണിയൻ്റെ ചാരസംഘടന വഴി രാഹുലിനും രാജീവിനും സോണിയായിക്കും ഒക്കെ പണം കൃത്യമായി കൊടുത്തിരുന്നു. 80കളുടെ തുടക്കം മുതൽ ഭാരതത്തിലെ പത്രമാധ്യമ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പണം കൊടുത്തിരുന്നു എന്നും അത് 3,20,000 റൂബിളാണ് ഡോളർ രൂപത്തിൽ കൊടുത്തതെന്നും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ പത്രങ്ങളിലൊക്കെ വന്നതാണ്.
അങ്ങനെ സോവിയറ്റ് യൂണിയൻ്റെ അടിമയായി പ്രവർത്തിച്ചിട്ട് അമേരിക്കക്കെതിരായിരുന്നു എന്ന് വീമ്പ് പറയാൻ സോവിയറ്റ് റഷ്യ പറഞ്ഞു അമേരിക്കക്കെതിരെ നിൽക്കാൻ, അങ്ങനെ നിന്നു. അല്ലാണ്ട് സ്വന്തം നട്ടെല്ലുകൊണ്ടല്ല അമേരിക്കക്കെതിരെ നിന്നത്. ചേരിചേരാൻ നയമല്ല. ഏത് ചേരിയുടെ കൂടെ നിന്നാലാണോ രാജ്യത്തിന് ഗുണം, രാജ്യത്തിൻ്റെ ഗുണമായിരുന്നു നോക്കേണ്ടിയിരുന്നത്. അത് ആയുധം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും വിദേശ നയത്തിൻ്റെ പേരിലാണെങ്കിലും സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയും വിജയവും കരുത്തുമായിരുന്നു നോക്കേണ്ടിയിരുന്നത്. അതിന് നേട്ടമുണ്ടാകുന്ന തരത്തിൽ, രാജ്യത്തിന് നേട്ടമുണ്ടാകുന്ന തരത്തിലായിരുന്നു വേണ്ടിയിരുന്നത്. അല്ലാതെ തൻ്റെ രാജ്യം കുളം തോണ്ടിയാലും വേണ്ടില്ല, ഒരു ചേരിയുടെയും കൂടെ നിൽക്കില്ല എന്ന് വീമ്പ് പറയുന്നതല്ല രാജ്യരക്ഷയ്ക്ക് ആവശ്യം. രാജ്യരക്ഷയ്ക്ക് ആവശ്യം തങ്ങളുടെ രാജ്യത്തിൻ്റെ നയങ്ങളിൽ ഇടപെടാതെ നമുക്ക് പുറമേ നിന്ന് സഹായം തരികയോ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന ഏത് വ്യവസ്ഥകളോടും കൂടി മറ്റ് രാജ്യങ്ങളുടെ സഹായങ്ങൾ സ്വീകരിക്കുകയാണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ആവശ്യം. അല്ലാതെ എല്ലാ രാജ്യങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റിയില്ലെന്നുള്ളത് കൊണ്ടല്ലേ നമ്മൾ അധപ്പതിച്ചു പോയത്, പരാജയപ്പെട്ടു പോയത്, ഒത്തിരി തവണ യുദ്ധങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് ചേരിചേരാ നയം എന്ന് പറയുന്നതൊരു നല്ല ഏർപ്പാടായിരുന്നില്ല. രാജ്യരക്ഷയ്ക്ക് പകരം തൻ്റെ പ്രശസ്തിയായിരുന്നു ജവഹർലാൽ നെഹ്റുവിന് താല്പര്യം. രാജ്യരക്ഷയ്ക്കായിരുന്നു താല്പര്യമെങ്കിൽ 47-ൽ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോഴും 62-ൽ ചൈന ആക്രമിക്കുമ്പോഴും 65-ൽ പാകിസ്ഥാൻ വീണ്ടും ആക്രമിക്കുമ്പോഴും ഒക്കെ രാജ്യരക്ഷയ്ക്ക് ആരുടെ സഹായമാണോ വാങ്ങേണ്ടിയിരുന്നത് അത് വാങ്ങുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് വാങ്ങാനുള്ള തൻ്റെ ഇടവും ആത്മവിശ്വാസവും കാണിക്കാതെ ഒരുതരം അപകർഷതാബോധം കൊണ്ട് തങ്ങൾ ഒരു ചേരിയിലും ഇല്ല എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ കൊടിയും പാറി നടന്ന് രാജ്യത്തിന് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന് അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരാനുള്ള അവസരം സൃഷ്ടിക്കുകയായിരുന്നില്ല ഒരു നല്ല ഭരണാധികാരി ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് ചേരിചേരാ നയം ശുദ്ധ അസംബന്ധവും കൊള്ളരുതായ്മയും രാജ്യത്തിനെ ദുർബലപ്പെടുത്തുന്നതിനും പരാജയപ്പെടുത്തുന്നതിനും കാരണമായ വസ്തുതയും ആയിരുന്നു എന്ന് ഇന്നുള്ള തലമുറ പഠിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റുവിനെ വിളിപ്പിക്കേണ്ടതില്ല എന്നർത്ഥം. മറ്റൊന്ന്, അദ്ദേഹം ആയുധ സജ്ജീകരണം നടത്തിയ ആധുനിക രാജ്യങ്ങളൊക്കെ വിജയിച്ചില്ല എന്നാണ് കുഞ്ഞിക്കണ്ണൻ അല്ലേ, അതെ, പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ എഴുതി വച്ചിരിക്കുന്നത്. ശുദ്ധ അസംബന്ധമല്ലേ അതുകൊണ്ട് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു? സൈനിക ശാക്തീകരണത്തെ എതിർത്തത് അതുകൊണ്ടാണെന്നാണ്. അതിനെക്കുറിച്ച് മേജർ ജനറൽ രുദ്ര എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ സൈനിക തലവനായിരുന്ന ആളിൻ്റെ ആത്മകഥ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തെ ദുർബലപ്പെടുത്തിയത്? സൈനികമായി വിദേശികൾ ആക്രമണകാരികളുടെ മുമ്പിൽ നാണം കെട്ട് തല കുനിച്ച് പലായനം ചെയ്യേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് മേജർ ജനറൽ രുദ്ര എഴുതി വെച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തിൻ്റെ 3 സൈനിക തലവന്മാരും കൂടി ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ പോയി. പാകിസ്ഥാൻ ആക്രമിച്ച് നിൽക്കുന്ന സമയമാണെന്ന് വിചാരിക്കണം. ആ സമയത്ത് കാണാൻ പോയി. നമ്മുടെ സൈനിക പദ്ധതികൾ എന്തായിരിക്കണം, ആയുധ സജ്ജീകരണങ്ങൾ എങ്ങനെ വേണം, ആയുധങ്ങളെ പരിഷ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള വിശദമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് എഴുതി തയ്യാറാക്കി വലിയ ഫയലുകളുടെ കെട്ടുമായി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോയി നിന്ന് സൈനിക തലവന്മാർ സല്യൂട്ട് അടിച്ച് ഈ പദ്ധതിയുടെ കരട് രേഖ മുഴുവൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ആ ഫയൽ മേടിച്ച് നോക്കിയിട്ട് ചുമന്ന് കലങ്ങിയ കണ്ണുകളോടുകൂടി ഈ ഫയൽ ചവറ്റുകുട്ടയിലേക്ക് അവരുടെ കൺമുൻപിൽ വെച്ച് വലിച്ചെറിഞ്ഞു എന്നാണ് പറഞ്ഞത്, സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു പോലും, നിങ്ങളൊക്കെ യുദ്ധക്കൊതിയന്മാരാണ്, ഭാരതത്തിന് ഒരു യുദ്ധത്തിനോട് താല്പര്യമില്ല, നമ്മളെ ആരും ആക്രമിക്കാൻ പോകുന്നില്ല, നമ്മളും ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് സൈന്യത്തെ പിരിച്ചുവിടുകയാണ് വേണ്ടത്, നമുക്ക് സൈന്യം ആവശ്യമില്ല, ആഭ്യന്തര ക്രമസമാധാനത്തിന് പോലീസ് മതിയാകും എന്ന് പറഞ്ഞ് സൈനിക തലവന്മാരെ ഇറക്കി വിട്ടതിൻ്റെ പരിണത ഫലമായിരുന്നു 1962-ൽ ചൈന ആക്രമിച്ചപ്പോൾ ക്യാൻവാസ് ഷൂവും 303 റൈഫിളുമായിട്ട് നമ്മുടെ സൈനികർക്ക് പലായനം ചെയ്യേണ്ടി വന്നതും നാണം കെട്ട് കീഴടങ്ങേണ്ടി വന്നതും. ആ നാണക്കേടുണ്ടാക്കി വെച്ചതിനെയാണോ ഇവിടെ വാഴ്ത്തുപാട്ടായിട്ട് അവതരിപ്പിക്കുന്നത് എന്ന് കേൾക്കുന്നവരാലോചിച്ചാൽ മതിയാവും. അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയും സുരക്ഷയ്ക്കും ഒക്കെ സൈന്യം കരുത്തുറ്റ ആയുധങ്ങളും ആവശ്യമാണ് എന്ന് പഹൽഗാമിന് ശേഷം നമ്മൾ കണ്ടു. എങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ആയുധങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഭാരതം കൃത്യതയോടുകൂടി തിരിച്ചടിച്ചത് എന്നും അവരുടെ കേന്ദ്രങ്ങളെ തകർത്ത് കളഞ്ഞത് എന്നും ലോകം കണ്ടു. കോൺഗ്രസ്സുകാരൊഴിച്ചുള്ള ഭാരതത്തിലെ ഭാരതീയരും കണ്ടു. കമ്മ്യൂണിസ്റ്റുകാരും ഒരുപക്ഷെ
കമ്മ്യൂണിസ്റ്റുകാരും കണ്ടു എന്നാണ് അവർ സമ്മതിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഒഴിച്ച് ഭാരതത്തിലെ എല്ലാ പാർട്ടികളും കണ്ടു, ലോകരാജ്യങ്ങൾ മുഴുവൻ കണ്ടു. സൈനിക ശക്തിയുടെ കരുത്തും അത് നയിക്കുന്നവരുടെ നേതൃത്വത്തിൻ്റെ ഗുണവും എന്താണെന്ന് കണ്ടു. അതില്ലാതിരുന്നതാണ് മെച്ചം എന്നായിരുന്നു കോൺഗ്രസ്സുകാരനായ കുഞ്ഞിക്കണ്ണൻ ഒരു പത്രം നിറയെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് വെച്ചിട്ട് ജവഹർലാൽ നെഹ്റു കേമനാണ് എന്ന് പറയേണ്ടതില്ല, പറയാൻ പാടില്ല. മറ്റൊന്ന്, ഇന്ത്യക്കകത്തായാലും പുറത്തായാലും രക്തം ചിന്താൻ നെഹ്റു സമ്മതിച്ചില്ല എന്നുള്ളതാണ് അവസാനമായിട്ട് ജവഹർലാൽ നെഹ്റുവിനെ വാഴ്ത്താൻ വേണ്ടി പ്രൊഫസർ കുഞ്ഞിക്കണ്ണൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ത്യക്കകത്തായാലും പുറത്തായാലും രക്തം ചിന്താൻ നെഹ്റു സമ്മതിച്ചില്ല എന്ന്. 1946 ഡയറക്റ്റ് ആക്ഷൻ്റെ പേരിൽ രക്തം ചിന്തിയത് ആരുടെ കൺമുമ്പിലായിരുന്നു? 1947 വിഭജനം നടത്തിയത് കൊണ്ടല്ലേ 15 ലക്ഷം ആൾക്കാർ കൊല്ലപ്പെട്ടത്. 1, 2, 1000 ലക്ഷമോ അല്ല ശ്രീമാൻ കുഞ്ഞിക്കണ്ണൻ. പ്രൊഫസർ കുഞ്ഞിക്കണ്ണൻ അറിയുമോ? അറിയാമല്ലോ, ചരിത്രം പഠിച്ച ആളല്ലേ. 15 ലക്ഷത്തോളം ആൾക്കാരാണ് രക്തം ചിന്തി അനാഥരായി തെരുവിൽ കിടന്നത്. വിശേഷിച്ചും അതിൽ ഹിന്ദുക്കളും സിഖുകാരും അടക്കമുള്ളവർ. ഇവിടെയുള്ള ആക്രമണത്തിന് ഇരയാകുമെന്ന് തോന്നിയ മുസ്ലിങ്ങളെ മുഴുവൻ ഭാരതത്തിലെ സർക്കാർ കാവൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ പാകിസ്ഥാനിലും അതിർത്തി പ്രദേശങ്ങളിലും മുഴുവൻ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ട് ചോരയിൽ കുളിച്ച് പുഴ പോലെ ഒഴുകുന്ന രക്തത്തിൽ ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും ജഡങ്ങൾ മുറിവേറ്റതും ജീവനോട് കൂടിയതും എല്ലാം ഒഴുകി നടക്കുകയായിരുന്നു. രക്തം ചിന്തുന്നതിന് സമ്മതിച്ചില്ല എന്നാണ് പറഞ്ഞത്. രക്തം ചിന്താൻ സമ്മതിച്ചതിൻ്റെ പരിണത ഫലമായിരുന്നു ശ്രീമാൻ കുഞ്ഞിക്കണ്ണൻ. ഈ കണ്ട കൂട്ടക്കുരുതി, ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിയായിരുന്നു അതിന് ജവഹർലാൽ നെഹ്റു വിഭജനത്തിന് സമ്മതിച്ചത് കൊണ്ടാണ് എന്നോർക്കേണ്ടതുണ്ട്. കാശ്മീരിൽ എത്രയോ 1000 ആൾക്കാരുടെ രക്തം ചിന്തി ജവഹർലാൽ നെഹ്റു ഒരൊറ്റ ആൾ കാരണം. ഇപ്പോഴും ചിന്തിക്കൊണ്ടിരിക്കുകയല്ലേ. 2025 ചിന്തിയത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വികലമായ വൃത്തികെട്ട നയം കൊണ്ടായിരുന്നു എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? രക്തം ചിന്താൻ വേണ്ടി അല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ഏർപ്പാട് 370 വകുപ്പും പ്രത്യേക അധികാരവും ഒക്കെ എന്തിനായിരുന്നു ജവഹർലാൽ നെഹ്റു കൊടുത്തത്? 1971 രക്തം ചിന്തിയില്ലേ? നെഹ്റുവിന് ശേഷമാണെങ്കിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായിരുന്നില്ല. 84 രക്തം ചിന്തിയില്ലേ? നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ ഈ രക്തം ചിന്തൽ രാജ്യമൊട്ടുക്കും നടന്നതാണ്. ആ രക്തം മുഴുവൻ ഒഴുക്കേണ്ടി വന്നത് ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണെന്ന് മാത്രം. അതിന് ശ്രീമാൻ കുഞ്ഞിക്കണ്ണന് താല്പര്യമുണ്ടാവില്ല. കാരണം മതേതരനാണല്ലോ. മതേതരം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധതയാണല്ലോ. അതുകൊണ്ട് ജവഹർലാൽ നെഹ്റു ഒരു ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ആദരണീയനാണ്. എല്ലാവർക്കും എന്തെങ്കിലും കുറവുകളുണ്ടാവും. രാഷ്ട്രീയമായ നയപരമായ വ്യത്യാസം കൊണ്ടും വൈകല്യം കൊണ്ടും പരാജയങ്ങളും നഷ്ടങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരും. ആ കുറവുകളും പരാജയങ്ങളും അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ശ്രീമാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ആദരിക്കാൻ നമുക്ക് യാതൊരു മടിയും ഇല്ല. ജവഹർലാൽ നെഹ്റുവിനെ ആദരിക്കാൻ. മഹാനായ ജവഹർലാൽ നെഹ്റു എന്ന് തന്നെയാണ് നമ്മുടെ സംഘപരിവാറിൻ്റെ നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ആ നെഹ്റുവിനെ വാഴ്ത്താൻ വേണ്ടി RSSൻ്റെ മേൽ കുതിര കയറാനും ഹിന്ദുക്കളെ അപമാനിക്കാനും എല്ലാത്തിനും അതീതമായൊരു പ്രവാചകനായിരുന്നു അദ്ദേഹം എന്ന് സ്ഥാപിക്കാനും എന്ന് പറഞ്ഞുകൊണ്ട് നുണകൾ അഴിച്ചു വിട്ടാൽ ആ നുണകളുടെ പേരിൽ BJPയെയോ RSSനെയോ അല്ലെ ഹിന്ദുത്വ ശക്തികളെയോ അപമാനിക്കാൻ ശ്രമിച്ചെന്നാൽ അത് കേട്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരമദിനത്തിൽ തന്നെ ഇങ്ങനെയൊരു മറുപടി പറയേണ്ടി വന്നത്. അദ്ദേഹത്തിനോടുള്ള ആ ചരമദിനത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടുള്ള എല്ലാ ആദരവും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ ചരമദിനത്തിൽ അദ്ദേഹത്തിനെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഈ മറുപടി പറയേണ്ടി വന്നത് നിവൃത്തികേട് കൊണ്ടാണ്. ഒരു മുഖ്യധാര പത്രത്തിൻ്റെ നടുപേജിൽ നിറയെ ഈ നുണകളും ആരോപണങ്ങളും കള്ളത്തരങ്ങളും എഴുതി വെച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊരു മറുപടി പറയേണ്ടി വന്നത്. ഇത് കേൾക്കുന്നവർ ദയവായി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം ഒന്ന് വായിച്ചിട്ട് ഒരു നല്ല ഹിന്ദു വിരുദ്ധനായി മാറണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.